ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ്. നമ്മൾ എറണാകുളം പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീക്കിൽ. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ ദാ നമ്മൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 10-11 മണിയായപ്പോൾ തന്നെ നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത് നിഹാര റിസോർട്ടിലാണ്. ഈ ഒരു റിസോർട്ടിൽ നമ്മൾ മുമ്പും സ്റ്റേ ചെയ്തിട്ടുണ്ട്. അന്നത്തെ വ്ളോഗും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എടുത്ത് ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ഡേ നമ്മൾ സ്റ്റേ ചെയ്യണ ഹോട്ടലിലെ വ്ളോഗും ഞാൻ മുമ്പ് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സ്റ്റേ ചെയ്ത 2 സ്ഥലത്ത് തന്നെയാണ് വീണ്ടും സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോസ് എടുത്തിട്ടൊന്നുമില്ല, എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വ്ളോഗിലേക്ക് പോവാം. ആദ്യമായിട്ട് കാണുന്നവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്നിട്ട് വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു റിസോർട്ട് വരുന്നത് നമ്മൾ ആസ്റ്റർ മെഡിസിറ്റി ഉണ്ടല്ലോ എറണാകുളം, അതിൻ്റെയൊക്കെ ആ ഒരു സൈഡിലേക്കായിട്ടാണ്. ചെന്ന വാർഡ് തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റൂമും കാര്യങ്ങളും ഒക്കെ സെറ്റായത്. അപ്പോൾ അതുവരെ നമ്മളിതാ റിസപ്ഷൻ്റെ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ റൂം റെഡി ആയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളടുത്ത് ചോദിക്കും, എന്തിനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് എറണാകുളം പോണത്. കുറേ പേര് പേഴ്സണലായിട്ടും ചോദിക്കലുണ്ട് കേട്ടോ. കാരണം നമ്മൾ കൂടുതലും എറണാകുളം പോയിട്ട് സ്റ്റേക്കേഷൻ ചെയ്ത വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ എറണാകുളത്ത് ചെറിയ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എറണാകുളം പോകാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ മന്ത്ലി ഒരു 2 പ്രാവശ്യമൊക്കെ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പം ഇടയ്ക്ക് ഞാനും കൂടെ പോകും. അതുകൊണ്ടാണ് ഈ എറണാകുളത്തേക്കുള്ള ട്രിപ്പ് കൂടുതലായിട്ട് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ ഇതാ റൂമിൽ കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഈ ഒരു റിസോർട്ടിൽ നിന്നിട്ടുണ്ടെന്ന്. ആ സെയിം റൂം തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതൊരു പഴയ ഒരു പ്രോപ്പർട്ടി, ആ ഒരു സെറ്റപ്പിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയാണ് അവിടെ നിൽക്കാൻ. നമ്മളൊരു പഴയ ഇല്ലത്തൊക്കെ പോയി നിൽക്കണ ആ ഒരു ഫീലിംഗ് ആണ്. പിന്നെ അന്ന് തന്നെ ഇവിടെ വേറൊരു കല്യാണം എന്തോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷൻസൊക്കെ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ആ റൂമിൽ നിന്ന് ഡയറക്റ്റ് ആ കല്യാണം ഫുള്ള് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ റൂം വരുന്നത് മുകളിൽ സ്റ്റേഴ്സ് കയറിയിട്ടാണ്. താഴെ ചെറിയൊരു ഡൈനിങ് അല്ലെങ്കിൽ ഒരു ഹോൾ സെറ്റപ്പും ബാത്റൂമും ഒക്കെ താഴെയാണ് വരുന്നത്. റൂം ഇതുപോലെ മുകളിലേക്ക് കയറിയിട്ടാണ് കേട്ടോ. ഈ ഒരു പ്രോപ്പർട്ടീൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ വിൻഡോസ് ആണ് കേട്ടോ. നമ്മൾ ശരിക്കും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള വിൻഡോസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് നല്ല ഒരു അടിപൊളിയാണ് കേട്ടോ. അത് ഇങ്ങനെയുള്ള ആംബിയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും പോയി നിൽക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഭയങ്കര ലക്ഷറിയസ് റിസോർട്ടൊന്നുമല്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ്. അതുകൊണ്ട് തന്നെ പോകാൻ താല്പര്യമുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെ ചെന്നപാട് ഹെമിന്നതാ നമുക്കവിടെ ഇങ്ങനെ പെൻസിലും ബുക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുമല്ലോ, അതെടുത്ത് ഓരോന്ന് കുത്തി വരക്കുന്നുണ്ട്. ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് ആ പുറത്ത് നടക്കുന്ന ഡെക്കറേഷൻസൊക്കെ കാണുമായിരുന്നു. ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആണ് കേട്ടോ അവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെമിനെയും കൊണ്ട് പൂളിലേക്കും അതേപോലെ പാർക്കിൻ്റെ ആ ഒരു സൈഡിലേക്കൊക്കെ പോയിട്ടോ. ഹസ്ബൻഡ് അവിടെ കുറച്ച് സമയം ബിസിനസ് കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഓനെയും കൊണ്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതവിടെ ചെറിയൊരു പോണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കറങ്ങി ഇങ്ങനെ കണ്ട് ഒന്ന് പൂളിലേക്ക് വരാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത് ഒരു കായലിൻ്റെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കയാക്കിങ്ങും ബോട്ടിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മളതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇതൊന്ന് പോയി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ഭംഗിയാണ്. ഇങ്ങനെയുള്ള കായലും അതേപോലെ ഒരുപാട് മീനുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്കിങ്ങനെയുള്ള ഈ നമ്മുടെ നോർമൽ നാടൻ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ പേഴ്സണലി കുറച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കണ്ട് ഷൂട്ട് ചെയ്തു. ഇതൊക്കെ നമ്മൾ മുമ്പും കാണിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ മുമ്പത്തെ വ്ളോഗിൽ. അങ്ങനെ പിന്നെ അതാ നേരെ അവനെയും കൊണ്ട് ഞാൻ പൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു കാലാവസ്ഥയിൽ ഇങ്ങനെ എറണാകുളം ആലപ്പുഴ ഭാഗത്തുള്ള റിസോർട്ടുകളൊന്നും ഓപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ടൈമല്ല. കാരണം നമ്മൾ ഫുൾ ടൈം AC ഒക്കെ ഇട്ട് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ പുറത്തേക്ക് അതേപോലെ ഔട്ട്ഡോർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയ ടൈം തന്നെയല്ല. ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഈ ഒരു പൂളിലാണെങ്കിൽ തന്നെ വെള്ളത്തിനടക്കം ചെറിയ നേരിയൊരു ചൂടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഹെമിൻ്റെ പൂള് കണ്ടാൽ പിന്നെ ഇറങ്ങാണ്ട് കയറി പോരൂല കേട്ടോ. അങ്ങനെ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് എന്തോ ഓൻ അവിടെ ഇരുന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് റൂമിലേക്ക് തന്നെ പോവാണ് കേട്ടോ. പിന്നെ ഈ ഒരു റിസോർട്ടിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിസോർട്ടാണ് കേട്ടോ. ഒരുപാട് ചെടികളും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ഓനിങ്ങനെ പാർക്കിൽ കുറച്ച് സമയം
ഇങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ. പൊതുവേ നമ്മളങ്ങനെ പാർക്കിലും അതിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല കേട്ടോ അവന്. എന്നാലും കാണുമ്പോൾ കുട്ടിയൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഇവിടെ. ശരിക്കും ഈ ഒരു റിസോർട്ട് കായലിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് ഉള്ളിൽ നിന്നിട്ട് കായൽ അങ്ങനെ കാണാൻ പറ്റില്ല. കായലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയാൽ തന്നെ കാണുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാടിൻ്റെ ഉള്ളിലൊക്കെ നിൽക്കണ ആ ഒരു ഫീലിംഗ് തന്നെയാണ്. നല്ല ഒരുപാട് ട്രീസും അതേപോലെ ചെടികളും ഒക്കെ ഉള്ളൊരു ഒരു ഏരിയയാണ് കേട്ടോ. അതേപോലെ നല്ല മാമ്പഴമൊക്കെ ഉണ്ടായിരുന്നു. നല്ല മാങ്ങേൻ്റെയൊക്കെ ആ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു സീസൺ ആണല്ലോ, അപ്പോൾ അതിൻ്റെ നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയയിൽ. ഇവിടെ ഒരുപാട് അങ്ങനത്തെ ട്രീസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ നല്ല ഒരു എന്താ പറയുക, ഒരു ഫ്രഷ് എയർ. നമ്മളിങ്ങനെ ഈ ഒരു ബിസി ലൈഫിൽ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പോണത് ഒരു രസം തന്നെയാണല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ റൂമിലെത്തിയതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് കഴിക്കാൻ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ തന്നെ ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. അതൊരു സീ ഫുഡ് ഏരിയയാണ്. സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയത്. ഈ ഒരു ഏരിയ വരുന്നത് ഫുൾ കായലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ബോട്ടിങ് അതേപോലെ കായലിലേക്ക് ഇറങ്ങി നിന്നിട്ടൊരു ഭാഗമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ സീ ഫുഡ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേപോലെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സമയം അങ്ങനെ അവിടെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് കുറച്ച് ടൈം എടുക്കുമെന്ന് പറഞ്ഞു, സീ ഫുഡ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ പിന്നെ അങ്ങനെ കറങ്ങി അവിടെയൊക്കെ ചുറ്റിക്കണ്ട് കുറച്ച് സമയം ഫോട്ടോസും വീഡിയോസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് ഫുഡൊക്കെ വന്നത്. അപ്പോൾ അതുവരെ നമ്മൾ ഓരോ പരിപാടിയായിട്ടൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതെന്തായാലും ഇപ്പം ഞാനിങ്ങനെ പറയണതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക എവിടെയാണെന്നുള്ളത്. പോവാത്തവരുണ്ടെങ്കിൽ പോകാൻ ആഗ്രഹമുള്ളവർ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ ഫുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സീ ഫുഡ് താലിയാണ് പറഞ്ഞത്. എക്സ്ട്രാ ഒരു കരിമീൻ ഫ്രൈയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് തന്നെ തിരിച്ച് വന്ന് ഒന്ന് ഫ്രഷായി ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട്. നല്ല ക്ഷീണമുണ്ടായിരുന്നു രാവിലെ പോകുന്നതുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് പിന്നെ ഈവനിങ് ആയപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെറുതെ നൈറ്റ് ഡ്രൈവ് പോലെ ഇങ്ങനെ പോയി ഒന്ന് ചുറ്റിക്കറങ്ങി അങ്ങനെ തിരിച്ച് റൂമിലേക്ക് തന്നെ വന്നു. പിന്നെ മെയിനായിട്ട് നമ്മൾ പുറത്ത് പോയത് കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ വാങ്ങിക്കാനാണ് കേട്ടോ. ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഹെമിന് പറ്റുന്ന ഐറ്റംസ്. ഓന് എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഓന് നല്ല പൊതുവേ കുട്ടികൾ എങ്ങനെ ആവും, എല്ലാവരും ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഓന് കഴിക്കാൻ മടി കേട്ടോ. പിന്നെ ഓന് വിശക്കുമ്പോഴേ ഓൻ കഴിക്കുള്ളൂ. അപ്പോൾ ഓന് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. വെറുതെ ഒരു നൈറ്റ് ഡ്രൈവ് പോലെ പോയതായിരുന്നു. ഓക്കെ, ഇവിടുത്തെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ച് കിടക്കാം. അപ്പോൾ നമ്മൾ പോണ സമയത്ത് അവിടെ കല്യാണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലെ വെഡ്ഡിങ്ങും ഇവരുടെ വെഡ്ഡിങ്ങും ഒക്കെ എന്തൊരു ഡിഫറൻസാണ്. പറയുമ്പോൾ ഒരു ജില്ലപ്പുറത്താണെന്നുണ്ടെങ്കിലും നല്ല മാറ്റമുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലൊരു കല്യാണമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എനിക്ക് തോന്നുന്നു പൊതുവേ നമ്മളെ നാട്ടിൽ തന്നെ കേട്ടോ ആർഭാടം കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവരൊക്കെ ഭയങ്കര ലൈറ്റായിട്ട് പക്ഷെ നല്ല ഭംഗിയായിരിക്കും കാണാൻ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അത് ശരിയാണോ അല്ലേ എന്ന് നിങ്ങളെ കാഴ്ചപ്പാട് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തതെല്ലാം വന്ന് നമ്മൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അതുപോലെ 2 പൊറോട്ടയും ഒരു ബ്രോസ്റ്റും ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്രോസ്റ്റിൻ്റെ 2 പീസാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഫുഡൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പോയിട്ട് കിടന്നുറങ്ങുക ചെയ്തത്. ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം കിടന്നുറങ്ങുക ചെയ്തത്. നാളെ രാവിലെ അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാടന്നെ നമുക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. നമ്മളിങ്ങോട്ട് പ്രത്യേകിച്ചൊരു ഉദ്ദേശം വെച്ച് വന്നതൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോസ് എടുക്കാനോ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യണ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നുമില്ല. ഒരു നോർമലായിട്ട് നമ്മൾ വെറുതെ വന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ കാണിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ 1-ാം തീയതി കേട്ടോ. അപ്പോൾ നമ്മളിതാ രാവിലെ നീച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പം നമ്മൾ ഇന്ന് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും. നാളെ നമ്മൾ നാട്ടിലേക്ക് പോവുകയും ചെയ്യും. മറ്റന്നാൾ നമ്മൾ കോൺവെക്കേഷൻ വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അങ്ങനെ ഇതാ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്.
ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ടാണ് കേട്ടോ വരിക. എല്ലാ റിസോർട്ടിലും അങ്ങനെ തന്നെ ആവും. പിന്നെ ലഞ്ചും ഡിന്നറും ഒക്കെ പിന്നെ നമ്മൾ സെപ്പറേറ്റ് നോക്കണം. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ നോർമൽ നമ്മുടെ അപ്പവും കറിയും അതേപോലെ ബ്രെഡ് ടോസ്റ്റും കട്ട് ഫ്രൂട്ട്സും ജ്യൂസൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ അതുമല്ല എണീറ്റ പാടന്നെ ഹെമിനാണെങ്കിലും കഴിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസ് മാത്രം പറഞ്ഞിട്ടുള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനിപ്പോൾ ഞാൻ വേറെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. റിസോർട്ട്സിലെ ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ്. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോയിട്ട് വെക്കേറ്റ് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലഗേജൊക്കെ ഇന്നും കൂടെ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ലഗേജൊക്കെ എടുത്ത് വണ്ടിയിൽ വയ്ക്കുകയാണ്. നമ്മൾ ഇന്നത്തെ സ്റ്റേ കഴിഞ്ഞ് അടുത്ത ദിവസമാണ് നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതന്നെ സാറ്റർഡേ എനിക്ക് കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പോയത്. അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലുമൊക്കെ നമ്മൾ നിൽക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ലഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ നമ്മളിപ്പോൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമ്മൾ വേറെ എങ്ങോട്ടേലും പോകും. എന്നിട്ട് നാളെ നമ്മൾ നാട്ടിലേക്ക് തിരിച്ച് പോകും. ഓക്കെ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് സമയം അങ്ങനെ ഇരുന്നു. പിന്നെ കുറേ ഒന്നും വീഡിയോസ് എടുക്കാൻ എനിക്കും തന്നെ വലിയൊരു ഇതുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ മുമ്പ് ഇവിടെ ഓൾറെഡി സ്റ്റേ ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വ്ളോഗിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമ്മളപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്താ ഇന്ന് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയിരിക്കും. അപ്പോൾ അവിടുത്തെ എന്തെങ്കിലും നല്ല അടിപൊളിയായിട്ട് എടുക്കാം. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ, നമ്മളെ കല്യാണ വീഡിയോ, ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അത് ഏകദേശം 12K വ്യൂസ് ഉണ്ട്. ഇതിന് എനിക്ക് തോന്നണു നമ്മളെ വീഡിയോസിനൊന്നും അത്ര റീച്ച് വരലില്ല നോർമലി. അപ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ അതേപോലെ എന്നാൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. കാണുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ വായിക്കണതൊക്കെ. ഇപ്പം രസമല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്യുക. പിന്നെ ഇപ്പം എന്തായാലും നമ്മളിനി അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം. ഇനിയിപ്പോൾ എന്തൊക്കെ പരിപാടികൾ നമുക്ക് നോക്കിയിട്ട് ഞാനതൊക്കെ വീഡിയോസ് എടുക്കാം. പിന്നെ ഇന്ന് നമ്മളൊരു ഫിലിമിന് പോകണം വിചാരിക്കുന്നുണ്ട്. നോക്കാം. ഇതെന്താണ് സംഭവം? എന്താ ഇത്? എന്തിനാ തന്നത് അറിയില്ലല്ലേ. ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്താണ്ട് അങ്ങനെ ഇപ്പം തന്നെ ചെയ്തു അല്ലേ. രസമുണ്ട്. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് വെക്കേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോണത് വേറെ ഒരു സ്ഥലത്തേക്കാണ്. നമ്മൾ ഇന്നും കൂടെ ഇവിടെ നിന്നിട്ടാണ് പോണതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നും കൂടെ നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും പോയി നോക്കാം. ഇന്ന് നമ്മൾ പോണത് എടപ്പള്ളിയിൽ തന്നെയാണ് കേട്ടോ. ലുലുവിൻ്റെ തൊട്ടടുത്തുള്ള മാരിയറ്റിലാണ് സ്റ്റേ ചെയ്യാൻ പോണത്. ഇവിടെയാണ് സ്റ്റേ ഇന്ന് എന്നുള്ളത് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്ന ആ ഒരു 2 മാസത്തെ വെക്കേഷനിൽ തായ്ലാൻഡിലൊക്കെ പോയ വ്ളോഗ് ഇട്ടല്ലോ. ആ ഒരു ടൈമിൽ നമ്മൾ ഓൾറെഡി മാരിയറ്റിൽ ഒരു പ്രാവശ്യം നിന്നിട്ടുണ്ട്. ലുലുവിനോട് ചാരിറ്റി തന്നെയാണ് കേട്ടോ അതിൻ്റെ എൻട്രൻസ് വരുന്നത്. ലുലുവിൻ്റെ മെയിൻ എൻട്രൻസ് ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ സ്റ്റേ അവിടെയാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെയാണെന്നുള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ സമയത്താണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിഹാര റിസോർട്ട്സിൻ്റെ പോലെ അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടലല്ല കേട്ടോ മാരിയറ്റ്. എല്ലാവർക്കും അറിയുണ്ടാവും. കേരളത്തിൽ നല്ല മൊത്തത്തിൽ വേൾഡ് വൈഡ് നോക്കുമ്പോൾ ഒരു ലക്ഷറിയസ് റിസോർട്ടാണ്. ആക്ച്വലി റിസോർട്ടല്ല കേട്ടോ, ഇത് ഹോട്ടൽസിൽ വരുന്ന ഒരു ഹോട്ടൽസ് കാറ്റഗറിയാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളിതാ ഇവിടെയാണ് ഇന്നത്തെ സ്റ്റേ. അപ്പോൾ അതാ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. എൻട്രൻസിൽ തന്നെ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോഴും നമ്മുടെ ലഗേജസ് ആണെങ്കിലും പിന്നെ നമ്മൾ ഫുൾ ബോഡി എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അവരുള്ളിലേക്ക് കയറ്റുള്ളൂ. അങ്ങനെ നമുക്ക് അവിടുന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ നമ്മൾ റൂമിലേക്ക് പോകണം. അവിടെയും കുറച്ച് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് റൂം റെഡി ആയിട്ടുള്ളത്. അപ്പോൾ അതാ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ആകുമ്പോൾ പിന്നെ നമ്മൾ ലഗേജസും കാര്യങ്ങളൊന്നും നോക്കണ്ട, അതെല്ലാം അങ്ങോട്ടേക്ക് എത്തിക്കോളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മളിപ്പോൾ നമ്മുടെ റൂമിലെത്തി. ഈ സെയിം റൂം തന്നെയാണ് കേട്ടോ നമുക്ക് മുമ്പും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൂം ടൂറായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല, എന്നാലും ചെറിയൊരു ഭാഗം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ആ സെയിം വ്ളോഗിൽ തന്നെ കാണിക്കുന്ന സെയിം കാര്യങ്ങളാണ് ഇതിലും കാണിക്കാനുള്ളത് കേട്ടോ. ഒരു നല്ല ലക്ഷറിയസ് റൂം തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് അവിടുത്തെ നോർമൽ റൂമാണ് കേട്ടോ. ഇതിനേക്കാൾ ഹൈ ലെവൽ റൂംസാണ് വേറെ വരുന്നത്. പിന്നെ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ ഐറ്റംസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എടുക്കുകയാണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം.
അങ്ങനെ എല്ലാ കാര്യങ്ങൾ കബേർഡാണെങ്കിലും അതേപോലെ അയൺ ബോക്സ് ആണെങ്കിലും ബാത്റൂമൊക്കെ നല്ല പ്രീമിയം സെറ്റപ്പിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ജസ്റ്റ് ചെറിയൊരു റൂം ടൂർ പോലെ എടുത്തതാണ്. ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്ര ചെറുതായിട്ട് എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെല്ലാം കാണിക്കലുണ്ട്. അങ്ങനെ ഇതാ പുറത്തേക്കൊക്കെ നല്ല വ്യൂ ഉണ്ട്. ഇവിടെ വന്നപ്പോഴാണെങ്കിലും ഹെമിന് ആദ്യം തന്നെ പോയി എടുത്തത് പെൻസിലും പേപ്പറുമാണ് കേട്ടോ. ഓന് വെറുതെ ഓരോന്നിങ്ങനെ കുത്തി അരച്ചിട്ട് അങ്ങനെ എഴുതുകയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. ഒരു സൈഡ് മൊത്തം നമുക്കിങ്ങനെ ഒരു ഗ്ലാസ് ഇട്ടിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ നല്ല വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പക്ഷേ റോഡും അതേപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ബിൽഡിങ്സൊക്കെയാണ് കാണുന്നത്. നമ്മൾ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം തായ്ലാൻഡ് പോയ സമയത്ത് എറണാകുളത്ത് വന്ന് സ്റ്റേ ചെയ്തത് ക്രൗൺ പ്ലാസയിലാണ് കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് കായൽ വ്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മാരിയറ്റിൽ ചെക്ക് ഇൻ ചെയ്തു. ഇവിടുത്തെ വ്ളോഗും ഞാൻ മുമ്പ് ചെയ്തിരിക്കണ്. നോർമൽ ഏകദേശം അതേ വ്യൂ ഉള്ള റൂം തന്നെ നമുക്ക് കിട്ടിയത്. ബാക്കിൽ അവിടെ ടി വിയിൽ എൻ്റെ വ്ളോഗ് ഇട്ടിക്കണ്. വ്ളോഗൊക്കെ ഇട്ട് നമുക്കെന്തായാലും കാണാം. അപ്പം നമുക്കവിടെ ടി വി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ കല്യാണ വ്ളോഗൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും ഒരു സീ ഫുഡ് സദ്യ ഉണ്ടെന്ന് പറഞ്ഞ് അത് കഴിക്കാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ എത്ര എക്സ്പെൻസീവാന്ന് പറഞ്ഞാലും അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫുഡ് ഒന്നിനൊന്നും മെച്ചെന്നൊക്കെ പറയില്ലേ, അത്രയും ടേസ്റ്റുള്ള ഫുഡാണ്. പിന്നെ ഇതാ ബാത്റൂമൊക്കെ അത്രയും ലക്ഷറി ബാത്റൂമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹാൻഡ് വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കഴിച്ചിട്ടുള്ളത് ഒരു സീ ഫുഡ് സദ്യയാണെന്ന്. അതിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ പ്രോൺസ്, ഫിഷ് ഫ്രൈ ചെയ്തത്, അങ്ങനെ ഫിഷിൻ്റെ അച്ചാർ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെന്നിരുന്ന പാടെ തന്നെ അവർ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരു പച്ചമാങ്ങ ജ്യൂസാണ്, പക്ഷേ ചെറിയൊരു സ്പൈസി പ്ലസ് സ്വീറ്റൊക്കെ വരുന്നത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതാട്ടോ, നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്നതാണെങ്കിലും വെൽക്കം ഡ്രിങ്ക് ആണെങ്കിലും എന്താണെങ്കിലും അത് ഏറ്റവും പ്രീമിയം ടേസ്റ്റിൽ അവർ കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഫുഡൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമുക്കൊരു ചെറിയ പായസമൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഐറ്റംസൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പായസമൊക്കെ നല്ല പ്രീമിയം എന്ന് പറഞ്ഞാൽ നല്ല കട്ടിക്കുള്ള പായസം കേട്ടോ. ഒരു പായസം പ്രേമിയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 1-2 പ്രാവശ്യം കഴിച്ചു പോകും. അങ്ങനെ പിന്നെ തിരിച്ച് നമ്മൾ റൂമിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഹെമിനെ അവിടെ കാർട്ടൂൺ പോലത്തെ അങ്ങനത്തെ ഐറ്റംസൊക്കെ കാണുകയാണ്. പിന്നെ മൂവീസും കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് മൂവിക്ക് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നടന്നില്ല എന്ന് പറഞ്ഞാൽ അതാ ഇപ്പം നമ്മൾ രാത്രി ആയപ്പോൾ ഒന്ന് ഉറങ്ങി എണീറ്റ് രാത്രി ആയപ്പം ലുലുവിൽ പോവാണ്. അപ്പോൾ ആ സമയത്താണ് മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചത് ലുലുവിൽ. പക്ഷേ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല കേട്ടോ. ഭയങ്കര റഷായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ആ പ്ലാൻ അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ പോണത് ലുലുവിലേക്കാണ്. ഹെമിനൊക്കെ ഉറക്കത്തു നിന്ന് എണീറ്റ് ഡ്രസ്സ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ലുലുവിലേക്ക് പോകാൻ ഈസിയാണ്, കാരണം നമുക്ക് വണ്ടി എടുത്ത് പോകണ്ട, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇവിടുന്ന് നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ, കാരണം ഇവരെ തന്നെ ബഗ്ഗി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കയറിയിട്ട് അവരെന്നെ നമ്മളെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും, പിക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് ഈസിയാണ്. പിന്നെ ലുലുവിലൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. നോർമലി നമ്മൾ ഇടയ്ക്ക് പോകാറുള്ളതാണ്, പിന്നെ പലരും പോയിട്ടുള്ളതാവും. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മൾ 1-2 ഐറ്റംസൊക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയതും ഇല്ല കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചതെല്ലാം ലുലുന്നാണ്. അങ്ങനെ തിരിച്ച് വന്ന് നമ്മൾ കിടന്നുറങ്ങി കേട്ടോ. പിന്നെ രാവിലെ എണീറ്റ് നമ്മൾ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 12:30-1 മണിയാവുന്ന സമയത്ത് വെക്കേറ്റ് ചെയ്തു. ഒരു 3-4 മണിയായപ്പോൾ തന്നെ നമ്മൾ നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളെ വ്ളോഗ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.